Hi friends, 15,000 രൂപയ്ക്ക് താഴെ ഒരു നല്ല 5G ഫോൺ, ഒരുപാട് 5G ബാൻഡുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു 5G ഫോൺ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൂടുതൽ 5G ബാൻഡ്സ് വേണം, അപ്പോഴാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് 5G കിട്ടുമെന്ന് കൺഫേം ആയിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല 5G ഫോൺ എന്ന് ഇനി അങ്ങോട്ട് നമുക്ക് പറയാവുന്ന ഒരൊറ്റ 5G ഫോണേ ഉള്ളൂ, നാർസോ 35G. അടിപൊളി ഓപ്ഷൻ ആണ് ഒരു 5G ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച്. എന്താണ് ഇതിന്റെ വിശദാംശം? വിശദമായിട്ട് തന്നെ നോക്കാം. നേരെ വീഡിയോ. ഹായ്, അപ്പൊ നാർസോ 35G നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ബട്ട് ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. സോ എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ 5G കേപ്പബിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടാവാം ബാക്കിയുള്ള കാര്യം. അപ്പൊ ഇതാണ് നാർസോ 35Gയുടെ ബോക്സ്. നാർസോ 35G എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് പതുക്കെ ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിൽ തന്നെ ഫീൽ ദ പവർ എന്ന് എഴുതിക്കൊണ്ട് വേറൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് നമുക്ക് പതുക്കെ എടുത്ത് താഴോട്ട് വെക്കാം. ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോൺ നമുക്ക് തുറക്കാം. അതിനു മുമ്പ് ആ ചാർജർ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ചാർജർ വന്നിട്ട് 18 വാട്ടിന്റെ ക്വിക്ക് ചാർജർ ആണ്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ബോക്സിനകത്ത്, ചെറിയ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കിയാൽ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ ഒപ്പം സിഗ്നേച്ചർ ടൂൾ ഉണ്ട്, ഒരു കേസ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് കേട്ടോ. റിയൽമി എപ്പോഴും ഒരു കേസിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ക ട്രാൻസ്പെറന്റ് അല്ല, നിങ്ങൾ ഇവിടെ കാണുന്ന പോലത്തെ ഒരു കളറാണ്, ബട്ട് എങ്കിലും നല്ല സ്ട്രോങ് ആയ ഒരു കേസാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ബോക്സ് മാറ്റി വെക്കാം. സോ അപ്പൊ ഇതാണ് റിയൽമിയുടെ നാർസോ 35G. ഓക്കെ, നൗ നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. സംഗതി ഇഷ്ടപ്പെട്ടോ? ഓവറോൾ ഡാർക്ക് ബ്ലൂ ആണല്ലേ. എന്ത് കളറാണ് ബ്ലൂ? നല്ല ബ്ലൂ. എന്തായാലും വേണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഇഷ്ടപ്പെട്ടുണ്ടോ നോക്കുക. ഓവറോൾ ഇതാണ് ഇതിന്റെ ഒരു കാണാനുള്ള ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈൽ ആൻഡ് ലുക്ക് ഒക്കെ ആയിട്ടുണ്ട്. റിയർ സൈഡ് പോളികാർബണേറ്റ് ആണ്. താഴത്തെ സൈഡിൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റഡ് ആണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം ബട്ടൺ, സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസ്, ഒരു മാക്രോ ലെൻസ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ പഞ്ച് ഹോളിനകത്താണ്. ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ക്രീൻ ഗാർഡും അപ്ലൈഡ് ആണ്. സോ കേസും സ്ക്രീൻ ഗാർഡും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആണ്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ പറയാനുള്ളത്. ഈ ഒരു ഫോണിന്റെ തിക്നെസ്സും വെയിറ്റും എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 8.5mm സ്ലിം ആണ് ഈ ഒരു ഫോൺ. സോ സ്ലിം ആയ ഒരു ഫോണാണ്. ഒപ്പം തന്നെ വെയിറ്റ് ഒക്കെ 185 ഗ്രാം മാത്രമേ ഉള്ളൂ. സോ ഒരു ഹെവി വെയിറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത സ്ലിം ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. ഈ ഇടയായിട്ട് ഒരുപാട് ഫോണുകൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെയും ഒരുവിധം നല്ല കംഫർട്ടബിൾ ആയ ഒരു ഡീസന്റ് ആയ ഫോണുകൾ തന്നെയാണ്. സോ എന്തായാലും നാർസോ 35Gയും അതുപോലെ തന്നെ വളരെ സ്ലിം ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. 600 നിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നല്ലൊരു ബ്രൈറ്റസ്റ്റ് ആയ ഡിസ്പ്ലേ ആണ്. പുറത്ത് ഔട്ട്ഡോറിലൊന്നും നമുക്ക് വിസിബിലിറ്റിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. ഡീസന്റ് ആയ ഡിസ്പ്ലേ ആണ്. നമ്മൾ ഇതിന്റെ ക്യാമറ സാമ്പിളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വളരെ ഡീസന്റ് ആയ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. സോ നല്ല ക്ലീൻ ആയ, ഡീസന്റ് ആയ, ബ്രൈറ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. പ്ലസ് 90 ഹെർട്സിന്റെ സ്മൂത്ത്നെസ്, അതായത് ആ ഒരു റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയ ഒരു ഡിസ്പ്ലേ ആണെന്ന് പറയാം. 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ഗുഡ് ഡിസ്പ്ലേ സെറ്റപ്പ്. ഇനി ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, പെർഫോമൻസ് അല്ല ഇവിടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് 5G ആണ്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 700 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. സോ 5G ഫോണാണ്. 5G ആണ് ഇതിന്റെ പവർ. അത് മാത്രമല്ല, ഇതിനകത്ത് 7ഓളം വരുന്ന 5G ബാൻഡുകളുണ്ട്. നമ്മുടെ ബാൻഡ് ഇപ്പോൾ ഏത് സെഗ്മെന്റിൽ നമ്മൾ ഫോൺ എടുത്താലും നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട് അതിൽ ഒരു ബാൻഡേ ഉള്ളൂ, 2 ബാൻഡേ ഉള്ളൂ, അങ്ങനെ പറയാറുണ്ട്. ഈ ഫോൺ നമുക്ക് കിട്ടുന്നത് 7 ബാൻഡുകളുമായിട്ടാണ്. NSA ബാൻഡുകൾ നോക്കിയാൽ N77, 78, 41. SA നോക്കിയാൽ N1, N28A, അതേപോലെ N41, N78. എന്തായാലും 7 ബാൻഡുകൾ 20,000 താഴെ, അല്ലെങ്കിൽ താഴെ എന്നല്ല മുകളിൽ തന്നെയാണെങ്കിലും ഇത്രയും ബാൻഡുകളൊക്കെ ഒരുമിച്ച് തരുന്ന വേറെ ഒരു ബ്രാൻഡ് ഇല്ല. റിയൽമിയുടെ മറ്റു ഫോണുകൾ ഉണ്ടാകുമായിരിക്കും, വേറെ ബ്രാൻഡുകളൊന്നും ഇങ്ങനെ തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങളൊരു 5G ഫോൺ ആഗ്രഹിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ കൂടുതൽ ബാൻഡുകളുള്ള ഫോൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ ഏരിയയിലേക്ക് വരുന്ന ബാൻഡ് അത് ഏതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. എന്തായാലും ഈ ഒരു പ്രൊസസറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അതും ഇൻട്രസ്റ്റിംഗ് ആണ്. 7nm ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു പ്രൊസസർ വരുന്നത്. ഒക്ടാ കോർ പ്രൊസസർ ആണ്. ARM Cortex A76 2.2 GHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ARM Mali G57 ആണ് ഇതിന്റെ GPU വരുന്നത്. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റ് നോക്കിയാൽ 6/128 ആ ഒരൊറ്റ വേരിയന്റേ ഉള്ളൂ. 6 GB റാം 128 GB സ്റ്റോറേജ്. വേറെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടിയും, ഡുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ 5G ആണ്. സോ ഡുവൽ 5G ഡുവൽ സ്റ്റാൻഡ് ബൈ, അതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഗതി കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. റാം 6 GB റാം 128 GB സ്റ്റോറേജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 6 GB റാമിനെ ഇവരുടെ ഡൈനാമിക് റാം എക്സ്പാൻഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലൂടെ 11 GB റാം ആയിട്ട് നമുക്ക് ഉയർത്താൻ കഴിയും. അതായത് സ്റ്റോറേജിൽ നിന്ന് റാം എടുക്കുന്ന ആ ഒരു സംവിധാനം നമ്മൾ പല ഫോണുകളിൽ കണ്ടിട്ടുണ്ട്. ഇതിനകത്തും അത് പോസിബിൾ ആണ്. 6 GB റാം ഉള്ള ഫോൺ ആണെങ്കിലും ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് 11 GB റാം ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലല്ല ഞാൻ പറയാ, ഒരു 5G ഫോൺ എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. സോ ഗെയിം പ്ലേ എങ്ങനെയാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത് ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണോ ഗെയിമിംഗിന് എന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. Realme UI 2.0, Android 11, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് ആണ്. അടിപൊളി 5G ഫോൺ. ഇനി നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് ഒന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് തൊടുമ്പോഴേക്കും തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ ഫാസ്റ്റ് ആണ്, യാതൊരു ഇഷ്യൂവും ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഭാഗത്തിൽ. ഫേസ് അൺലോക്കിന്റെ ഒരു പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്? ഫാസ്റ്റ് അല്ലേ? സഫീഷ്യന്റ് ആണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി, 18 വാട്ട് ചാർജർ. സോ ഒരു നോർമലായ സെറ്റപ്പ് ആണ്. നല്ല ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്കൊരു സംശയം വരാം, 5G ഫോൺ അല്ലേ, ബാറ്ററി ലൈഫ് കുറയില്ലെന്ന്. അതിന് ഒരു ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഇതാണ്, സ്മാർട്ട് 5G പവർ സേവിംഗ് മോഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അത് ഉള്ളത് കൊണ്ട് തന്നെ 5G 4G അത് ആവശ്യാനുസരണം നമുക്ക് ആവശ്യം വരുന്ന ആ ഒരു സ്പീഡിനനുസൃതമായിട്ട് ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ട് 5Gയുടേതായ ഒരു ബാറ്ററി ഡ്രെയിൻ കൂടുതലായിട്ട് വരാതെ, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബാറ്ററി ലൈഫ് ഒരു 30% വരെയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 5G പവർ സേവിംഗ് ടെക്നോളജി സഹായിക്കും. സോ ആ ഒരു സംവിധാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് റിയൽമി പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. ഇനി ഇതിന്റെ സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ 1.190 ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ 1.173. സോ എല്ലാം തന്നെ ലിമിറ്റിനകത്താണ്. ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്യാമറയിലേക്ക് വരാം. ക്യാമറ ടു API ലെവൽ 3 തന്നെയുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. OTG സപ്പോർട്ട് ഉണ്ട്. വൈഫൈ കോളിംഗ് ഉണ്ട്. ഡുവൽ 5G സ്റ്റാൻഡ് ബൈ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വോൾട്ടി കോളിംഗ് സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. സോ ബേസിക് ആയിട്ട് വേണ്ടുന്ന ചെറിയ ചെറിയ എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ആ മേഖലയിലൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. ഇനി ക്യാമറയിലേക്ക് വരാം. എങ്ങനെയുണ്ട് ക്യാമറ? നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിളുകൾ, മെയിൻ ക്യാമറ സാമ്പിളുകൾ. 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. എങ്ങനെയുണ്ട് ഇമേജുകൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇമേജുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് മാത്രം. സോ ഓവറോൾ ഈ രീതിയിലാണ് ഇതിന്റെ മെയിൻ ക്യാമറയുടെ ഇമേജുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ഒപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസും വരുന്നുണ്ട്. 4 സെന്റിമീറ്റർ വരെ എടുക്കാവുന്ന മാക്രോ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറയാണ് ഇതിന്റെ റിയർ സൈഡിലുള്ളത്. അതിന്റെ മെയിൻ ക്യാമറ ഇമേജുകളാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ വീഡിയോ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഒരു ഡീസന്റ് ആയ വീഡിയോ ക്വാളിറ്റി അല്ലേ? പക്ഷെ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഈ ഒരു വീഡിയോ ക്വാളിറ്റി മതിയോ എന്നുള്ളത്. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇത് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സെൽഫി ക്യാമറ ഇമേജുകൾ? സോ ഒരു നോർമലി നമുക്ക് കാഷ്വലായിട്ട് നല്ല ലൈറ്റ് ഉള്ള ഡേ ലൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജുകളാണ്. സോ ഓവറോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് സെൽഫി ക്യാമറ ഡേ ലൈറ്റിൽ തരാൻ പോകുന്നത്. ഇനി നമുക്ക് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി കൂടി ഒന്ന് കാണാം. സോ ഈ രീതിയിലാണ് ഇതിന്റെ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി വരുന്നത്. ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി സെറ്റപ്പ് ആണ് നമ്മൾ നോക്കുമ്പോൾ. ബട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ക്യാമറയുടെ കാര്യം കംപ്ലീറ്റ് പേഴ്സണൽ ആണ്, അതുകൊണ്ട് അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ 1-2 ഇമേജുകൾ കൂടി കാണാം. ഈ ഒരു ഫോൺ കിട്ടിയിട്ട് എനിക്ക് രാത്രിയൊന്നും ആയിട്ടില്ല, അതിന് മുമ്പേ ഞാൻ ഷൂട്ട് ചെയ്യാണ്. സോ നൈറ്റ് ഷോട്ടൊന്നും കാണിക്കാൻ നിവൃത്തിയില്ല. എങ്കിലും നമ്മുടെ ഇൻഡോറിൽ വന്നിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സോ ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിന്റെ പർച്ചേസ്, സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6 GB റാം 128 GB സ്റ്റോറേജ് ഒരൊറ്റ വേരിയന്റേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പ്രൈസ് വരുന്നത് 15,999, 16,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇനീഷ്യൽ ഓഫർ ഫസ്റ്റ് സെയിലിൽ ഒരു 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. 15,500 നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടും. 30th ജൂൺ 30ാം തീയതിയാണ് ഇതിന്റെ സെയിൽ. 12 മണിക്കാണ്. ഫ്ലിപ്കാർട്ട്, realme.com, പിന്നെ നിങ്ങളുടെ നിയർ സ്റ്റോറുകളിലും കിട്ടുമെന്നാണ് റിയൽമി അറിയിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ്. 15,500 ഇത്രയധികം 5G ബാൻഡുകൾ കിട്ടുന്ന 6 GB റാം 128 GB സ്റ്റോറേജ് അടക്കം കിട്ടുന്ന ഒരൊറ്റ ഫോണേ ഉള്ളൂ. അത് Realme Narzo 30 5G ആണ്. സോ 5G ഫോൺ എടുക്കാൻ പോകുന്നവർ നിശ്ചയമായിട്ടും പരിഗണിക്കേണ്ടുന്ന ഒരു ഫോൺ. പരിഗണിച്ചിട്ട് ഇതിന്റെ സ്പെക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.